നമ്മളൊരു ടീഷർട്ട് വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. ഒന്നെങ്കിൽ ആ ടീഷർട്ടിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന പ്രിന്റിംഗ്, മെറ്റീരിയൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ടീഷർട്ട് വാങ്ങിക്കുക. ശരിക്കും ടീഷർട്ടിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണ്? ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണോ? അതോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണോ? ഒബ്വിയസ്ലി ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്രോസസ്. പക്ഷേ ഡിഫിക്കൽട്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്നത് ചൈനീസ് ടെക്നോളജിയാണ്. ചൈനീസ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ജനറൽ പ്രോസസ്സ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ നമ്മൾ മനസ്സിൽ കാണുന്നു, അതിനെ നമ്മൾ പേപ്പറിൽ വരയ്ക്കുന്നു, അത് പിന്നെ ഡിജിറ്റലൈസ് ചെയ്യുന്നു, പിന്നെ പ്രിൻറ്റ് ചെയ്യുന്നു. ഈ പ്രിൻറ്റിങ്ങിലാണ് നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ പ്രിൻറ്റിങ്, സ്ക്രീൻ പ്രിൻറ്റിങ്, പിന്നെ അതിൻ്റെ എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ ഏറ്റവും നമ്മുടെ ഡിസൈൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഏതാണ്, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇതിനൊരു കംപ്ലീറ്റ് ടീം തന്നെ വേണമല്ലോ. കാരണം ഇത്രയും മൈന്യൂട്ട് അതെ. ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ട്, കാരണം മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് പക്ഷേ ഒരുപാട് ഈ കാര്യങ്ങൾ അതെ, ശ്രദ്ധിക്കാനുണ്ടല്ലോ. അതെ. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ്. ഈ പ്രിന്റിംഗ് കഴിഞ്ഞാലും ഒരുപാട് പ്രോസസ്സ് വീണ്ടും ബാക്കിയാണ്. നമ്മളൊരു ടീ-ഷർട്ട് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന എല്ലാ സൈസിനും ആപ്റ്റ് ആണോ, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എക്സൽ, ഡബിൾ എക്സൽ ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് ലെങ്ത്തിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ, അങ്ങനെ പല കാര്യങ്ങൾ നോക്കും. അത് കഴിഞ്ഞിട്ട് ആസിഡ് വാഷിംഗ് അല്ലെങ്കിൽ പിന്നെ ഡൈ വാഷിംഗ് ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഇതൊരു മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളുണ്ട് കംപ്ലീറ്റ് മാർക്കറ്റിലോട്ട് അതെ. എത്തുന്നതിന് മുമ്പല്ലേ. ഇത് ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൗസ് ഓഫ് നെവറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ടീം വർക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണ്. പക്ഷേ ഈസി ആണെന്ന് ചോദിച്ചാൽ അല്ല, ഡിഫിക്കൽട്ട് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. ഈസിയാണ്, ഒരു ആംഗിൾ നോക്കുമ്പോൾ ഈസിയാണ്. അതെ, പക്ഷെ നമ്മൾ ആ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണല്ലോ. എക്സാക്ട്ലി.